ഈസി ഫാക്ട്സിന്റെ ഈ സെക്ഷനിൽ നമുക്ക് റീപ്രൊഡക്ഷൻ പ്ലാന്റ്സിന്റെ രണ്ടാമത്തെ പാർട്ട് നോക്കാം. ക്യുക്ക് റിവിഷന്റെ രണ്ടാമത്തെ പാർട്ട് കേട്ടോ. ക്യുക്ക് റിവിഷന്റെ ആണ്. നമ്മൾ എക്സാം പ്രമാണിച്ച് ക്യുക്ക് റിവിഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ക്യുക്ക് റിവിഷന്റെ രണ്ടാമത്തെ പാർട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റിലുണ്ടായിരുന്ന റീപ്രൊഡക്ഷൻ ടൈപ്സ് ഒക്കെ നോക്കിയിരുന്നു, ജെർമിനേഷൻ ഓഫ് സീഡ്സ് നോക്കിയിരുന്നു. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് ആണ്. ഓക്കെ, എന്താണ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ സീഡ്സ് ഉണ്ടല്ലോ സ്പ്രെഡ് ചെയ്യുന്നു, നമ്മുടെ ഓരോരോ സ്ഥലത്തേക്ക് സീഡ്സ് സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ശരിക്കും ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. അപ്പം സീഡ്സ് ശരിക്കും പല വിധത്തിലാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം നമ്മുടെ നെയ്ബർ വീട്ടിൽ പോയിട്ട് കണ്ടു, ഒരു ചെടി, ഒരു പ്ലാന്റ് കണ്ടു. ഫോർ എക്സാമ്പിൾ ഒരു ജമന്തിയുടെ ഒരു ചെടിയുടെ പൂ കണ്ടപ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിന്ന് ചോദിക്കുകയാണ്, ആൻറ്റി എനിക്കൂടെ ഇതിൻ്റെ തൈ തരാമോ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ നിന്ന് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലേ, നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സീഡ് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുനടും. അപ്പോൾ അത് ശരിക്കും ഇത് ആരാണ് ഡിസ്പേഴ്സൽ, ശരിക്കും ഇത് ആരാണ് നടത്തിയത്, ശരിക്കും നമ്മളാണ് ആ സീഡ് ഡിസ്പേഴ്സൽ നടത്തിയത് അല്ലേ. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടു, നമ്മൾ ആ പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളത് നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവന്ന് നമ്മളത് നടുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിലേക്ക് അതിൻ്റെ സീഡ്സ് പോകുന്നതിനെയാണ് നമ്മൾ ശരിക്കും ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസ്പേഴ്സൽ? ദ പ്രോസസ് ഓഫ് സ്പ്രെഡിങ് ദ സീഡ്സ് ടു ഡിഫറെന്റ് പ്ലേസസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്പേഴ്സൽ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, the process of spreading the seeds to different places known as dash. എന്താണ് ഡിസ്പേഴ്സൽ? അപ്പോൾ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് നടക്കുന്നത് ശരിക്കും അതിന്റെ ഏജന്റ് വഴി. ഇപ്പം ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആരായിരുന്നു അതിന്റെ ഏജന്റ്? നമ്മളാണ് അതിന്റെ ഏജന്റ്, ഹ്യൂമൻ ബീങ്സ് ആണ് അതിന്റെ ഏജന്റ് അല്ലേ. അപ്പം ഏജന്റ് പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ് ഏജന്റ് ആയിട്ട് വരുന്നത്? വിൻഡ് വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്, ആനിമൽ വരുന്നുണ്ട്, പിന്നെ എക്സ്പ്ലോഷൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും കാറ്റാണ്. ഈ കാറ്റ് വഴി സീഡിന്റെ ഡിസ്പേഴ്സൽ നടക്കുന്നതിനെയാണ് നമ്മൾ ഈ ഇതിനകത്തിൽ പ്രധാനമായിട്ട് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ഈ അപ്പൂപ്പൻ താടികൾ ഉണ്ടാവുമല്ലോ. അപ്പൂപ്പൻ താടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് പറന്ന് നടക്കുകയായിരിക്കും, പക്ഷെ അപ്പൂപ്പൻ താടിയുടെ അടിയിൽ ഒരു കുഞ്ഞു സീഡ് ഉണ്ടായിരിക്കും. കണ്ടില്ലേ? അത് ശരിക്കും എന്താ ചെയ്യുന്നത്? അതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് പോവുകയാണ് അല്ലേ. അത് ശരിക്കും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. വിൻഡ് വഴി ഡിസ്പേഴ്സൽ നടക്കുന്നതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ശരിക്കും ആ അപ്പൂപ്പൻ താടി. അത് ശരിക്കും സീഡ് വെച്ചുകൊണ്ട് ഇങ്ങനെ കാറ്റത്തോടെ പറന്നു പോകുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇപ്പം കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് വിൻഡ് വഴി ഡിസ്പേഴ്സൽ നടക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, ഇനി ഈ സീഡ്സിന് വിങ്സ് വഴി ഡിസ്പേഴ്സൽ നടക്കുന്ന സീഡ്സിന് ഉണ്ടാകുന്ന പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. എന്താണ്? they having the wings or tufts on hairs on them. അതായത് ആ സീഡിന് വിങ്സ് കാണും, അല്ലെങ്കിൽ ടഫ്സ് ഓൺ ഹെയർസ്, ഒരു കുഞ്ഞു രോമങ്ങൾ പോലെ കാണുമുണ്ടായിരിക്കും എന്നാണ് ആ സീഡിന്റെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് പറയാൻ പറ്റില്ല, നമുക്ക് എവിടെ നിന്നൊക്കെ ആയിരിക്കും MCQ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം എന്താണ് ഓർത്തിരിക്കുക, the seeds having the wings or tufts on hairs on them. ഓർത്തിരിക്കുക. ഇനി ഈ പോർഷനിൽ പഠിക്കാനുള്ള എന്തൊക്കെയാണ്? വിങ്സ് വഴി ഡിസ്പേഴ്സൽ നടക്കുന്നതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മെഡാർ, ഹിപ്റ്റേജ്, ഡാൻഡിലിഡോൺ, കോട്ടൺ സീഡ്. അപ്പോൾ ഏതൊക്കെയാണ് വിൻഡ് വഴി ഡിസ്പേഴ്സൽ നടക്കുന്നതിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്? മെഡാർ, ഹിപ്റ്റേജ്, ഡാൻഡിലിഡോൺ, കോട്ടൺ സീഡും ഇതിന് എക്സാമ്പിൾ ആണ്. ശരി, ഇനി അടുത്ത ഏജന്റ് ഏതാണ്? വാട്ടർ ഏജന്റ് ആയിട്ടുള്ള ഡിസ്പേഴ്സൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്നപ്പോൾ തന്നെ, ഫ്ലഡ് വന്നപ്പോൾ തന്നെ ഒരുപാട് കുറേ അടുത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ എന്താണെന്ന് ശരിക്കും വെള്ളത്തിൽ കൂടെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി പോവുകയൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ അതിൽ തേങ്ങയൊക്കെ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് അല്ലേ. അപ്പം നമുക്ക് ഓർക്കുക, അപ്പോൾ കോക്കനട്ട് വെള്ളം വഴി ഡിസ്പേഴ്സൽ നടക്കുന്നതിന് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ലോട്ടസ് നമുക്കറിയാമല്ലോ, താമര. ഇതൊക്കെ ശരിക്കും വാട്ടർ വഴി ഡിസ്പേഴ്സൽ നടക്കുന്നതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഗീവ് ദ റീസൺ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് കോക്കനട്ട് ഈസ് ഈസിലി ക്യാരിഡ് എവേ ബൈ വാട്ടർ? എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് 2 മാർക്സിന് ചോദിക്കുന്ന ഒരു ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ്? കോക്കനട്ടിന് ഫൈബറസ് ഔട്ടർ കോട്ട് ആണുള്ളത്. ഫൈബറസ് ആയിട്ടുള്ള ഔട്ടർ കോട്ട് അല്ലെ. നമുക്കറിയാം, നമുക്ക് ആ തേങ്ങ പൊളിച്ചെടുക്കുമ്പോൾ അതിന്റെ മുകളിൽ ശരിക്കും നല്ല ഫൈബറസ്, നല്ല നാരുകൾ പോലെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത് വളരെ ഈസി ആയിട്ട് വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് give reason why coconut is easily carried away by water? എന്തായിരുന്നു? The coconut has a fibrous outer coat. അതുകൊണ്ടാണ് അത് ഈസിലി ആയിട്ട്
വാട്ടർ വഴി ഒഴുകി പോകുന്നത് കേട്ടോ. അപ്പം വാട്ടർ വഴി ഡിസ്പേഴ്സൽ നടത്തുന്നതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലോട്ടസ്, കോക്കനട്ട്. ശരി, ഇനി ആനിമൽ വഴിയുള്ളതിനോ? ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പുറത്തെ വീട്ടിൽ പോയി ചെന്ന് സീഡ്സ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിലെ ഗാർഡനിൽ കൊണ്ട് നടന്നു അല്ലേ. അപ്പോൾ ഹ്യൂമൻ ബീൻ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ബെസ്റ്റ് എക്സാമ്പിൾ. പിന്നെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ആനിമൽസ് എന്ത് ചെയ്യും? അവർ കഴിച്ചിട്ട് എന്താണ്, ഇപ്പോൾ ഒരു അണ്ണാനാണെങ്കിൽ തന്നെ, സ്ക്വറൽ ആണെങ്കിൽ തന്നെ അത് കഴിച്ചിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ വഴിയിൽ അത് കഴിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഒരു മരത്തിൽ നിന്നും അവിടെ നിന്ന് കഴിച്ചു, എന്നിട്ട് അടുത്ത മരത്തിലേക്ക് ചാടി പോകുമ്പോൾ അതിൻ്റെ സീഡ് അവിടെ കഴിച്ചതിന് ശേഷം അത് അവിടെ ഇട്ടിട്ട് പോവുകയാണ് അല്ലേ. അതപ്പം ഇതൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഹ്യൂമൻ ബീൻസും ആനിമൽസും ഒക്കെ എന്താണ്, ഡിസ്പേഴ്സൽ നടത്തുന്നതിന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. പിന്നുള്ളത് എക്സ്പ്ലോയിഷൻ. എക്സ്പ്ലോയിഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചെടിയിൽ അതിൻ്റെ വിത്ത് ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പയർ തന്നെ എടുക്കുക. പയർ അല്ലെങ്കിൽ വെണ്ടയ്ക്കയില്ലേ, ലേഡീസ് ഫിംഗറിൻ്റെ വെണ്ടയ്ക്ക എടുക്കുക. അപ്പോൾ അതിവിടെ നിന്നിട്ട് ആ കായ പയർ എന്താണ് നല്ലതുപോലെ അത് വിളഞ്ഞു. അത് പക്ഷെ നമുക്ക് പറിക്കാറായി, പക്ഷെ നമ്മളത് പറിക്കുന്നില്ല. അത് കുറേ നാൾ അതിങ്ങനെ ആ ചെടിയിൽ തന്നെ ഇരിക്കും. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് നല്ലതായിട്ട് അതങ്ങ് അഴുകും. അതിലിരുന്ന് അഴുകിയിട്ട് അതെന്ത് ചെയ്യും? അത് പൊട്ടിയിട്ട് അതിൻ്റെ സീഡ് പുറത്തേക്ക് വന്ന് താഴേക്ക് തന്നെ വീഴും. ഇതാണ് ശരിക്കും എക്സ്പ്ലോയിഷന് ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ ഇതിന് വഴി വരുന്ന ഏതൊക്കെയാണുള്ളത്? ഇതിന് ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ഉള്ളത്? പീ, പോപ്പി, ഹോണസ്റ്റി സീഡ്സ്, ഇതൊക്കെ എക്സ്പ്ലോയിഷൻ വഴിയുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഡിസ്പേഴ്സൽ? വാട്ട് ഈസ് ഡിസ്പേഴ്സൽ? ദ പ്രോസസ് ഓഫ് സ്പ്രെഡിംഗ് ദ സീഡ്സ് ടു ദ ഡിഫറെൻറ്റ് പ്ലേസസ് ഇസ് നോൺ ആസ് ഡിസ്പേഴ്സൽ. ഇനി ഏതൊക്കെയാണ് ഏജൻസ്? ഏതൊക്കെയാണ്? വിൻഡ്, വാട്ടർ, ആനിമൽസ് ആൻഡ് എക്സ്പ്ലോയിഷൻ. വിൻഡ് വഴി ഏതൊക്കെയാണ്? മെഡാർ, ഹെപ്റ്റേജ്, ടാൻഗ്ലിഡോൺ, പിന്നെന്താണ്? കോട്ടൺ സീഡ്. ഇതൊക്കെയാണ് എക്സാമ്പിൾ ആണ്. വാട്ടർ വഴി ഏതൊക്കെയാണ്? ലോട്ടസ്, കോക്കനട്ട്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ്? ഗീവ് റീസൺ. എന്തുകൊണ്ടാണ് കോക്കനട്ട് ഈസിലി ക്യാരിഡ് അവേ ബൈ വാട്ടർ? എന്താണ്? ഫൈബ്രസ് ഔട്ടർ കോട്ട് ഉണ്ട്. പിന്നെ ആനിമൽ വഴിയുള്ള എങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ശരി, അപ്പോൾ എങ്ങനെയായിരിക്കും? എന്താണ് ഇതിന് എക്സാമ്പിൾ? ആരൊക്കെയാണ്? ഹ്യൂമൻ ബീനും ആനിമൽസ് ആയിരിക്കും. പിന്നെ അതിനുശേഷം എക്സ്പ്ലോയിഷൻ വഴിയുള്ളത് എങ്ങനെയായിരിക്കും? അത് ഫോഴ്സ് ഓഫ് എക്സ്പ്ലോയിഷൻ ഡിസ്പേഴ്സൽ ഓഫ് സീഡിന് കാരണമാകുന്നു. ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഏതൊക്കെയാണ്? പീ, പോപ്പി, ഹോണസ്റ്റി സീഡ് ആണ്. ഇനി നമുക്ക് അഗ്രികൾച്ചർ എന്ന പോർഷനെ കുറിച്ച് നോക്കാം. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കൃഷി ചെയ്യുകയാണ് അഗ്രികൾച്ചർ അല്ലേ. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോയിങ് ക്രോപ്സ് ഓൺ എ ലാർജ് സ്കെയിൽ ഓഫ് ഏരിയ. നമ്മൾ ഒരു വലിയ സ്ഥലത്തേക്ക് നമ്മൾ എന്താണ്, ഒരു വലിയ സ്കെയിലിൽ ഫുഡ് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള, പച്ചക്കറികളോ അല്ലെങ്കിൽ എന്താ പറയുക, അരിയോ റൈസോ അങ്ങനെയുള്ള നമ്മൾ കൃഷി ചെയ്യുകയാണ് അല്ലേ. അതിനാണ് നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ശരി, ഇനി എന്താണ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കൈൻഡിലുള്ള പ്ലാന്റിനെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് ഗ്രോൺ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഒരു പർട്ടിക്കുലർ റീജിയനിൽ നമ്മൾ കൃഷി ചെയ്യുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്താണെങ്കിൽ റൈസിൻ്റെ തന്നെ ആണെങ്കിൽ റൈസിൻ്റെ തന്നെ നമ്മൾ കൃഷി നടത്തുന്നു. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ വെജിറ്റബിൾസിൻ്റെ ഇപ്പോൾ ഒരു ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ പീസിൻ്റെ തന്നെ അവിടെ നടത്തുന്നു. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ക്രോപ്സ് എന്ന് പറയാം. ഇനി അതിനകത്ത് നിന്ന് ചോദിക്കാൻ അടുത്ത ക്വസ്റ്റ്യൻ, ടിഷ്യൂ കൾച്ചർ എന്നാൽ എന്താ? ടിഷ്യൂ കൾച്ചർ അത് ശരിക്കും കൾച്ചർ ഓഫ് ആനിമൽ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ആണ് ടിഷ്യൂ കൾച്ചർ ആയിട്ട് പറയുന്നത്. അതേസമയം പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഉണ്ട്. പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനകത്ത് എന്തായിരിക്കും? കൾച്ചർ ഓഫ് പ്ലാന്റ് സെൽ ആണ് കേട്ടോ. അപ്പം പെട്ടെന്ന് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ടിഷ്യൂ കൾച്ചർ ആകുമ്പോൾ കൾച്ചർ ഓഫ് ആനിമൽ സെൽസ് ഓർ ടിഷ്യൂസ് ആയിരിക്കും. പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ആകുമ്പോഴോ കൾച്ചർ ഓഫ് പ്ലാന്റ് സെൽസ് ആയിരിക്കും. ഇനി നമുക്ക് താഴോട്ട് നോക്കാം, എന്താണ് വേരിയസ് ക്രോപ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്രോപ്സ് എന്നാൽ എന്തെന്ന് പറഞ്ഞു? ഒരേ കൈൻഡിലുള്ള പ്ലാന്റ്സ് ഗ്രോൺ ചെയ്യാണ്. ഒരു പർട്ടിക്കുലർ റീജിയനിൽ നമ്മൾ ഒരേ കൈൻഡിലുള്ള പ്ലാന്റ്സിന് ഗ്രോൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ക്രോപ്സ് എന്ന് പറയും. ശരി, ഇനി വേരിയസ് ക്രോപ്സിനെ കുറിച്ച് നോക്കുകയാണ്. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്, ഇത് ചിലപ്പോൾ മിക്കവാറും മാത്സ് ഫോളോയിങ് ക്വസ്റ്റൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫില്ലപ്പിനുള്ള വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കാട്ടെ, കൂൾ ക്ലൈമറ്റിൽ വളരുന്ന ചെടികൾ ഏതൊക്കെയാണ് ക്രോപ്സ് എന്നാണ് പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് കൂൾ ക്ലൈമറ്റിലുള്ളത്? ക്യാബേജ്, ക്യാരറ്റ്, പീയെ, റാഡിഷ്, കോളിഫ്ലവർ. അപ്പോൾ ഇത്രയാണ് കൂൾ ക്ലൈമറ്റിലുള്ളത്. ഇനി വാം ക്ലൈമറ്റിലുള്ളത് ഏതൊക്കെയാണ്? ബ്രിഞ്ചാൾ, കുക്കുംബർ, ലേഡീസ് ഫിംഗർ ആണ്. ഇത്രയാണ് വാം ആയിട്ടുള്ള ക്ലൈമറ്റിൽ. അപ്പോൾ ഇപ്പോൾ വാം ക്ലൈമറ്റിൻ്റെ ഓർത്തിരിക്കുക, നമ്മുടെ കേരളത്തിൽ എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെയാണ്? ബ്രിഞ്ചാൾ വരുന്നുണ്ട്, പംകിൻ വരുന്നുണ്ട്, ലേഡീസ് ഫിംഗർ വരുന്നുണ്ട് അല്ലേ, പംകിൻ. പിന്നെ നോക്കാം, പിന്നാണെങ്കിൽ എന്താണ്, സാൻഡി സോയിൽ ഓഫ് റിവർ ബെഡ്സ്, അതായത് ഈ റിവറിൻ്റെ ഒക്കെ സൈഡിലത്തെ സോയിൽ ആ ഒരു സ്ഥലത്തായിരിക്കും വളരുന്നത്. ഏതൊക്കെയായിരിക്കും? മെലോൺ, വാട്ടർമെലോൺ, പൊട്ടറ്റോ, അന്നോണിയൻ. ഇനി വെറ്റ് ആൻഡ് ക്ലേ സോയിൽ, നമുക്കറിയാം വെറ്റ് ആൻഡ് ക്ലേ സോയിൽ മാത്രമേ നമ്മുടെ പാഡി ഭാഗത്ത് എന്താണ് നമ്മുടെ റൈസ് ഒക്കെ നടന്നിട്ടില്ലേ, പാഡി ഒക്കെ വരുന്നത് വെറ്റ് ആൻഡ് ക്ലേ സോയിൽ ആയിരിക്കും. ഇനി വെൽ ഡ്രെയിൻഡ് സോയിൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയൻ, ആ സ്ഥലത്ത് മാത്രമേ വീറ്റ് വളരത്തുള്ളൂ. ഇനി ബ്ലാക്ക് ലാവ സോയിലിൽ മാത്രമേ കോട്ടൺ. അതേപോലെ തന്നെ അലൂവിയൽ സോയിലിൻ ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റിൽ മാത്രമേ ജൂട്ട് വളരത്തുള്ളൂ. ഈ ചാപ്റ്ററിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് നോട്ട്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ട് നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതിൽ ഞാൻ റിപ്രൊഡക്ഷൻ പ്ലാന്റ്സിനെ കുറിച്ച് ഫസ്റ്റിൻ്റേത് ജെർമിനേഷൻ ഓഫ് സീഡ്സ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീഡ്സിൻ്റെ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്,
അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അഗ്രികൾച്ചറിൻ്റെ വേരിയസ് ക്രോപ്സ് നോക്കിക്കാട്ട് ഇതിനകത്ത് കറക്റ്റായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. കൂൾ ക്ലൈമറ്റിലെ ക്യാബേജ്, പീസ്, കോളിഫ്ലവർ, ക്യാരറ്റ്, റാഡിഷ്. പിന്നെ വാം ക്ലൈമറ്റിലെ ബ്രിഞ്ചാൾ, പംകിൻ, ലേഡീസ് ഫിംഗർ. പിന്നെ സാൻഡി സോയിൽ ഓഫ് റിവർ ബേർഡ്സിൽ ഏതൊക്കെയാണ്? മെലോൺ, വാട്ടർ മെലോൺ, പൊട്ടറ്റോ, ഓണിയൻ. പിന്നെ വെറ്റ് ആൻഡ് ക്ലെയിൽ സോയിൽ ഉണ്ടോ? പാഡി. പിന്നെ വെൽ ഡ്രെയിൻ സോയിൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയനിൽ വീറ്റ്. പിന്നെ ബ്ലാക്ക് ലാവ സോയിൽ ഏതായിരിക്കും? കോട്ടൺ. പിന്നെ അലൂവിയൽ സോയിലിന് ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റിൽ ജൂട്ട്. കറക്റ്റായിട്ട് ഞാനിതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ള പോർഷൻ ഏതാണ്? നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്സ് കറക്റ്റായിട്ട് വളരണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? സോയിലിൻ്റെ പ്രോപ്പർട്ടി, നല്ല സോയിൽ പ്രോപ്പർട്ടി, പിന്നെ നല്ല വിത്ത് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത്. ഫെർട്ടിലൈസറിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫെർട്ടിലൈസറിന് പരീക്ഷയ്ക്ക് ചോദിക്കും ഡാഷ് ഈസ് എ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ സൂപ്പർ സൾഫേറ്റ് ഈസ് എ ഡാഷ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ സൾഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്, നൈട്രേറ്റ്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? സൂപ്പർ ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്, നൈട്രേറ്റ്. അപ്പോൾ ചോദിക്കാം, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും സൂപ്പർ ഫോസ്ഫേറ്റ് ഈസ് എ ഡാഷ് എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അമോണിയം സൾഫേറ്റ് ഈസ് എ ഡാഷ്, അല്ലെങ്കിൽ നൈട്രേറ്റ് ഈസ് എ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ എന്താണിത്? ഫെർട്ടിലൈസർ ആണ്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സൂപ്പർ ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്, നൈട്രേറ്റ്. ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, സോറി ഞാനത് മിസ് ചെയ്തു പോയി. ടീം കോഫി എന്ന് പറയുന്നത്, ടീ കോഫി, നമ്മുടെ തേയില, കാപ്പി എന്നൊക്കെ പറയുന്ന അതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഹില്ലി ആയിട്ടുള്ള സ്ലോപ്പിൽ റീജിയനിൽ മാത്രമേ നമ്മൾ വളർത്തത്തുള്ളൂ. അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്, പ്ലന്റി ആയിട്ട് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ടീക്കും കോഫിക്കും ഒക്കെ ഉണ്ടല്ലോ നല്ലതുപോലെ മറ്റേ സൂര്യപ്രകാശവും കിട്ടണം, വെള്ളവും കിട്ടണം. പക്ഷെ വെള്ളം അവിടെ ഒരുപാട് കെട്ടി നിൽക്കാനും പാടില്ല. ഇപ്പം ഹില്ലി സ്ലോപ്പ് റീജിയൻ അല്ലേ, അപ്പോൾ സ്ലോപ്പായിട്ട് കിടക്കുകയല്ലേ, അപ്പോൾ അവിടെ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കത്തില്ല. വെള്ളം ഇങ്ങനെ ഒഴുകി മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒഴുകി പോകത്തേ ഉള്ളൂ. മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, മുകളിൽ താഴേക്ക് ഒഴുകി പോകത്തേ ഉള്ളൂ. പക്ഷെ അത് കെട്ടി നിൽക്കത്തില്ല. അതേപോലെ തന്നെ അതിൻ്റെ റൂട്ട്സിന് കുറേ നേരത്തേക്ക് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. കെട്ടി നിന്ന് അത് ചീത്തയായി പോകും. അപ്പം അതിങ്ങനെ ഒഴുകി പോയച്ചാൽ മതി, ജസ്റ്റ് കുറച്ച് വെള്ളം കിട്ടിയാൽ മതി. പക്ഷെ അതിന് നന്നായിട്ട് പ്ലന്റി ആയിട്ട് എന്ത് കിട്ടണം? സൺലൈറ്റ് കിട്ടണം. അതുപോലെ നല്ല ചൂടും കിട്ടണം. സൺലൈറ്റ് ആൻഡ് ഹീറ്റ് കിട്ടണം, ഹീറ്റ് ആൻഡ് വാട്ടർ കിട്ടണം. അപ്പോൾ എന്തുകൊണ്ടാണ് അതൊരു ഗീവ് ദ റീസണിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ടീ കോഫി പ്ലാന്റ്സ് ഗ്രോ വെൽ ഓൺ എ ഹില്ലി സ്ലോപ്പ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ നീഡ് പ്ലെന്റി ഓഫ് ഹീറ്റ് ആൻഡ് വാട്ടർ. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് നീഡ് വാട്ടർ സ്റ്റാൻഡിങ് ഫോർ എ ലോങ് ടൈം നിയർ ഇറ്റ്സ് റൂട്ട്സ്. അപ്പോൾ അത് ഇത്രയും ഓർത്തിരിക്കുക. പിന്നെ അങ്ങോട്ട് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ക്രോപ്സിനെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം? ക്രോപ്സിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ക്രോപ്സിനൊക്കെ വരുന്ന ഡാമേജ് ഒക്കെ എന്തുകൊണ്ടൊക്കെയാണ് വരാൻ സാധ്യത? എന്തൊക്കെയാണ്? കുറേ ഇൻസെക്ട്സുകളുണ്ട്, ഗ്രാസ് ഹോപ്പേഴ്സും, ലോക്ടസും, പിന്നെ അതുപോലെ തന്നെ കാറ്റർപില്ലേഴ്സും, പിന്നെ അതുപോലെ തന്നെ കൃഷികൾക്ക് വരാവുന്ന കുറേ ഡിസീസസ്. പിന്നെ അല്ലെങ്കിൽ ഗ്രേസിംഗ് ആനിമൽസ് ലൈക്ക് ബഫലോസ്, കൗസ് അല്ലെങ്കിൽ കന്നുകാലികളൊക്കെ വന്ന് മേച്ചിട്ട് നമ്മുടെ കൃഷി സ്ഥലങ്ങളെല്ലാം പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്രോപ്സ് ഡാമേജ് ആവാനുള്ള റീസൺസ്. ഇനി എന്തൊക്കെയാണ് അതിന് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാം? ഇനിയും ചോദിക്കുന്നത്, ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെയാണ്? ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ക്രോപ്സിന്. ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് ഈ ഇൻസെക്ടിസൈഡ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സ് എന്നാൽ എന്തെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതെന്താണ്? കെമിക്കൽസ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ദ ഹാർംഫുൾ ഇൻസെക്ട്സ് ഓൺ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിലുള്ള എന്താണ് ഹാർംഫുൾ ആയിട്ടുള്ള ഇൻസെക്ട്സ് ഇല്ലേ, ഇൻസെക്ട്സ് ഓരോ ഗ്രാസ് ഹോപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹാർംഫുൾ ആയിട്ടുള്ള ഇൻസെക്ട്സ് വന്നു കഴിഞ്ഞാൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കലിന് പറയുന്ന പേരാണ് പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ്? ദേ ആർ ദ കെമിക്കൽസ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ദ ഹാർംഫുൾ ഇൻസെക്ട്സ് ഓൺ എ പ്ലാന്റ്. ശരി, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? പെസ്റ്റ് വന്നിട്ട് നമ്മുടെ പ്ലാന്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെസ്റ്റിന് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനി അടുത്തത് ഫംഗിസൈഡ്സ് ചോദിക്കും. ഫംഗിസൈഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കിൽ ദ മൈക്രോബ്സ്. പ്ലാന്റിനെ കൊല്ലുന്ന മൈക്രോബ്സ് ഉണ്ട് അതിൽ. ആ മൈക്രോബ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗിസൈഡ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രേസിംഗ് ആനിമൽസ്, നമ്മൾ പറഞ്ഞത് കന്നുകാലികളൊക്കെ വന്ന് മേച്ച് നടക്കുന്നത്, കൃഷി സ്ഥലങ്ങളൊക്കെ ചവിട്ടി നശിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബേർഡ്സ് വന്നിട്ട് കുറേ ക്രോപ്സ് ഒക്കെ തിന്ന് നശിപ്പിക്കും. അപ്പോൾ ബേർഡ്സിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്കെയർ ക്രോ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാം. അതായത് എന്താണെന്ന് പറയാം, നമ്മൾ ഈ നാട്ടിൻപുറങ്ങളിൽ വയലുകളൊക്കെ നോക്കിപ്പോയി നിന്ന് കഴിഞ്ഞാൽ കാണാം നമ്മളിങ്ങനെ ഒരാൾ രൂപമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. അതിനെയൊക്കെയാണ് നമ്മൾ ശരിക്കും സ്കെയർ ക്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ അധികം ബേർഡ്സ് ഒന്നും അധികം വന്ന് ക്രോപ്സ് ഒന്നും കഴിക്കുന്നില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഗ്രേസിംഗ് ആനിമൽസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ബേർഡ്സ് ക്യാൻ ബി കെപ്റ്റ് അവേ ഫ്രം ദ ക്രോപ്സ് ബൈ യൂസിങ് എന്താണ്? സ്കെയർ ക്രോ. അതും ഓർത്തിരിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് കുറച്ചേറെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ബാക്കിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കിക്കട്ടെ, ഞാനിതിൻ്റെ ബാക്കിൽ കുറച്ച് നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇത് വേണമെങ്കിൽ എഴുതിയെടുക്കാം.
നോക്കിക്കുക, അഗ്രികൾച്ചറിൻ്റെ കേസിൽ വേരിയസ് ക്രോപ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഗിവ് റീസൺ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ആണത്. പിന്നെ ടീം കോഫി ഹില്ലി സ്ലോപ്സിലാണ്, എന്തുകൊണ്ടാണ്? ഓക്കെ. ഇനി ഫെർട്ടിലൈസർ എന്നാൽ എന്ത്, ഫെർട്ടിലൈസേഴ്സിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന്, പിന്നെ എങ്ങനെയാണ് നമുക്ക് ക്രോപ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും. എന്താണ് പെസ്റ്റിസൈഡ്സ്? കെമിക്കൽസ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ദ ഹാർംഫുൾ ഇൻസെക്ട്സ് ഓൺ എ പ്ലാന്റ്സ്. എന്താണ് ഫംഗിസൈഡ്സ്? എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു കിൽ മൈക്രോബ്സ്. പിന്നെ ഗ്രെയിൻസ് എന്നാൽ എന്തെന്നും കൂടി ഓർത്തിരിക്കുക, അത് സ്മോൾ ആയിട്ടുള്ള ഹാർട്ട് ആൻഡ് സീഡ് ആയിരിക്കും ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്കത് ആ നോട്ട്സ് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോട്ട്സ് എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.